Morning. Today we are discussing about the remaining topic of the solid state. The last class we discussed about the basic part of the solid state, especially crystalline solid, അതുപോലെ amorphous solid, പിന്നെ crystalline solidന്റെ ഡിഫറെൻറ്റ് ടൈപ്പ്, അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങളത് വേണ്ട പോലെ സീരിയസ് ആയിട്ട് വായിക്കുകയും വർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. തന്നിട്ടുള്ള അസൈൻമെൻറ്റുകൾ നിർബന്ധമായിട്ട് ചെയ്യണം. NCERT ബുക്ക് വായിക്കണം. NCERT ബുക്ക് നിർബന്ധമായിട്ടും വായിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ പറയുന്ന കൺസെപ്റ്റുകളും ബുക്കിലുണ്ടാവുന്ന കാര്യങ്ങളും എന്താണെന്നുള്ള കമ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കണം. പിന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ എന്നാണ്. ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. ഓക്കെ, ഇനി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുമ്പോൾ റെഗുലർ 3-dimensional arrangement of points in space എന്ന് പറയും. Points in space is called as the crystal lattice. ഞാൻ പറഞ്ഞ എന്താ? ഇനി നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ അതിൽ ഒരു റെഗുലർ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഒരു സോളിഡിലുള്ള കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ നമുക്ക് 3-dimensional ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറയുന്ന പ്ലെയിനകത്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ ഓരോ പോയിന്റുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ 3-dimensional അറേഞ്ച്മെന്റിനെയാണ് ശരിക്കും നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതിപ്പോൾ ഓരോ സോളിഡിലും അതിലുണ്ടാകുന്ന ജോമെട്രി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആക്ച്വലി ഒരു ജോമെട്രി സോളിഡിന്റെ അകത്ത് വരച്ചു വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് എന്തുണ്ടാവും? അതിലുള്ള കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിനെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഏത് ജോമെട്രി ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഓരോന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ജോമെട്രി ഒബ്റ്റെയിൻ ചെയ്യും. പിന്നെ ഞാൻ നോക്ക്, ഞാനിവിടെ ഒരു ക്യൂബിക് ലാറ്റിസ് പ്ലോട്ട് ചെയ്യാം. ക്യൂബാണ് വരയ്ക്കുന്നത് കേട്ടോ. ആക്ച്വലി പോയിന്റ്സ് ആണ് ആദ്യം ശരിക്കും മാർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ജോമെട്രി കറക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ജോമെട്രി വരച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ജോമെട്രി കിട്ടും. ഇതൊരു 8 ക്യൂബ് ഇങ്ങനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത പിക്ചർ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നോക്കി ഇതിലെ പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ചെയ്യുന്നതാണ് ശരിക്കും നമ്മുടെ സോളിഡിലുള്ള കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സോളിഡില് ആക്ച്വലി ഒരു ക്രിസ്റ്റൽ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചിത്രം വരച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അവിടെ ഇങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ ജോമെട്രി എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പോയിന്റ്സ് കണക്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിരിക്കും, അല്ലാതെ ഈ ഒരു ഇത്രയും ഭാഗമൊന്നും അല്ലല്ലോ ഉണ്ടാവും. ഒരു സോളിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉള്ളതാണ്. അപ്പൊ അതിങ്ങനെ എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു എൻറ്റയർ സോളിഡ് ആകുമ്പോഴേക്കും ലാർജ് നമ്പർ ഓഫ് പോയിന്റ്സ് അതിനകത്ത് കാണുമെന്ന് അർത്ഥം. അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ആണെന്ന് പറയാം നമുക്ക്.
ഇനി നമ്മൾ വിളിക്കുക ഒരു ക്യൂബിക് ഷേപ്പിലായതുകൊണ്ട് തന്നെ നമ്മൾ പറയാം ഇറ്റ്സ് എ ക്യൂബിക് ലാറ്റിസ് എന്ന് പറയും. ക്യൂബിക് ലാറ്റിസ്. ഓക്കെ. അപ്പൊ ഇതാണ് ശരിക്കും നമ്മൾ പറയുന്ന ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. റെഗുലർ 3-dimensional arrangement of points in space is called a crystal lattice. But this one is the crystal lattice. ഇനി നോക്കി, ഇപ്പൊ there are only 14 possible 3-dimensional lattices എന്ന് നമ്മൾ പറയാം. There are only 14 possible possible 3-dimensional lattices, which is called as the Bravais lattice നമ്മൾ പറയും. Bravais lattice. ശ്രദ്ധിക്കണേ, എന്താണ് Bravais lattice എന്ന് പറഞ്ഞാൽ there are only 14 possible 3-dimensional lattice is called Bravais എന്ന് പറഞ്ഞാൽ ഇതൊരു അറേഞ്ച്മെന്റ്, ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലേ. ഇതേപോലെ നമുക്ക് 14 ടൈപ്സിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ക്രിസ്റ്റൽ ലാറ്റിസ് കാണിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അത് ഏതാ നമുക്ക് മനസ്സിലാവും, ഏതൊക്കെയാണ് ആ 14 ടൈപ്പ് എന്നുള്ളത് നമ്മൾ വേറൊരു ടോപ്പിക് പറയുന്ന സമയത്ത് മനസ്സിലാവും. ഇനി നിങ്ങൾ നോക്കി, ഇപ്പൊ ഇവിടെ ഈ ക്യൂബിക് ലാറ്റിസ് ഫോം ചെയ്തത് ഇപ്പൊ ഇതിനകത്ത് തന്നെ നമുക്കറിയാം. ഇപ്പൊ ടോപ്പിൽ 4 ക്യൂബ് ഉണ്ട്, ബോട്ടത്തിലുണ്ട് 4 ക്യൂബ്. ആക്ച്വലി എത്ര ഒന്നും അല്ല, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ സൈഡിലേക്ക് ഉണ്ടാവും, ഇപ്പുറത്തേക്ക് ഉണ്ടാവും, ഫ്രണ്ടിലേക്ക് ഉണ്ടാവും, ടോപ്പ് ബോട്ടം ഒക്കെ ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പൊ ശരിക്കും ഈ ഒരു ലാറ്റിസ് ഫോം ചെയ്തത് ഇവിടെയുള്ള ഈ സ്മോൾ ക്യൂബുകൾ ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലെ. ഇതിൽ തന്നെ നമുക്ക് പറയാം താഴെ 4 സ്മോൾ ക്യൂബ് ഉണ്ട്, മുകളിലുണ്ട്, അതേപോലെ ഇതിന്റെ ടോപ്പിൽ ബോട്ടം ഒക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഇത്ര പാർട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഉള്ളൂ. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഒരു ലാറ്റിസ് ജനറേറ്റ് ചെയ്യുന്നത് ചെറിയ സ്മോളസ്റ്റ് പോർഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടല്ലേ. പിന്നെ നോക്കി, ഇവിടെ ഈ ചെറിയ ക്യൂബുകൾ ഇങ്ങനെ ചേർന്നാണ് ഈ വലിയൊരു ലാറ്റിസ് ഉണ്ടായത്. നമുക്ക് ഇപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പൊ കുറെ ചെറിയ ക്യൂബ് ഉണ്ട് വിചാരിക്കാം. അപ്പൊ നമ്മൾ ആ ക്യൂബ് ഇങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലാർജ് ഷേപ്പ് കിട്ടും. അതും ക്യൂബ് തന്നെയല്ലേ ഉണ്ടാവുക. അതുപോലെ ഈവൻ മാച്ച് ബോക്സ് എക്സാമ്പിൾ എടുത്തോ, അപ്പൊ കുറെ മാച്ച് ബോക്സ് ഉണ്ട്. മാച്ച് ബോക്സ് എന്ന് പറയുമ്പോൾ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ജോമെട്രി അല്ലേ. നമുക്ക് പറയുന്ന പേരെന്താ, നമുക്ക് പഠിക്കാം. അപ്പൊ ആ മാച്ച് ബോക്സിന് നമ്മൾ ഇങ്ങനെ അടുക്കി ഒരു ഓർഡറിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ജോമെട്രി കിട്ടും. പക്ഷെ ആ ജോമെട്രിക്കും എന്തെന്നായിരിക്കും, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ സ്മോളസ്റ്റ് പോർഷനെ നമുക്ക് വിളിക്കാം ഇസ് കോൾഡ് ആസ് ദി യൂണിറ്റ് സെൽ എന്നാണ് നമ്മൾ പറയാം. അതായത് ദ സ്മോളസ്റ്റ് portion of a crystal lattice is called unit cell എന്ന് പറയും കേട്ടോ. എക്സാമിന് ഡെഫിനേഷൻ ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളാണ്, ശ്രദ്ധിക്കുക. സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് is called unit cell. അപ്പൊ ഇവിടെ ഈ യൂണിറ്റ് സെൽസ് ആർ റിപ്പീറ്റഡ്ലി അറേഞ്ച്ഡ് ഇൻ ദ ഡിഫറെന്റ് ഡയറക്ഷൻസ് ജനറേറ്റ്സ് ദ ലാറ്റിസ് എന്ന് പറയാലോ നമുക്ക് പറഞ്ഞൂടെ. കാരണം യൂണിറ്റ് സെല്ലുകളെ റിപ്പീറ്റഡ് ആയിട്ട് പല ഡയറക്ഷനിലേക്ക് അറേഞ്ച് ചെയ്യുമ്പോഴാണ് ശരിക്കും എന്തുണ്ടാവുക, ഒരു ലാറ്റിസ് ജനറേറ്റ് ചെയ്യാം. അതിപ്പോ ഇത് തന്നെ ആവണമെന്നില്ല, ക്യൂബിക് ഷേപ്പിലാവണമെന്നില്ല. പിന്നെ നിങ്ങൾ നോക്കേ, വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഹെക്സഗണൽ ഷേപ്പിലുള്ളാവാം, ഇതൊരു യൂണിറ്റ് സെൽ എന്ന് പറയാം, ഒരു സ്മോളസ്റ്റ് പോർഷൻ ആണ്. ഇതിന്റെ ഷേപ്പ് എന്താ പറഞ്ഞത്, ഹെക്സഗണൽ ആണ്. അപ്പൊ അങ്ങനെ ഓരോ സോളിഡ് എല്ലായിടത്തും ക്യൂബിക് തന്നെ ആവണമെന്നില്ല. ഓരോ സോളിഡിനനുസരിച്ച് ക്യൂബിക് വരുന്ന കേസ് ഉണ്ടാവും, ഹെക്സഗണൽ വരുന്ന കേസ് ഉണ്ടാവും, ഓർത്തോറോംബിക് വരുന്ന കേസ് ഉണ്ടാവും. അത് ഓരോ സോളിഡിന്റെ നേച്ചർ അനുസരിച്ച് ഈ പറയുന്ന ജോമെട്രിയിൽ വ്യത്യാസം ഉണ്ടാവും എന്നർത്ഥം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കോമൺ ആയിട്ടും സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാനും പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം ക്യൂബിക് ആയതുകൊണ്ട് തന്നെ മെജോറിറ്റി കേസിൽ നമ്മൾ ക്യൂബിക് ആണ് ഡിസ്കസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ യൂണിറ്റ് സെൽസ്
റിപ്പീറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പൊ ഇവിടെ നിന്ന് നോക്ക് നിങ്ങൾ, ഇതിലൊരു സ്മോളസ്റ്റ് പോർഷൻ നമ്മൾ ഇങ്ങനെ എടുക്കാം. ഇതിന്റെ സ്മോളസ്റ്റ് പോർഷൻ, അപ്പൊ ഇതിന്റെ സ്മോളസ്റ്റ് പോർഷൻ ആണ്. ഈ സ്മോൾ ക്യൂബ്സ് റിപ്പീറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ലാറ്റിസ് ഫോം ചെയ്ത്. അപ്പൊ ഇത് നമ്മൾ പറയാ ദിസ് വൺ ഈസ് ദ യൂണിറ്റ് സെൽ എന്നാ പറയാം കേട്ടോ. അതൊരു ക്യൂബിക് ആയതുകൊണ്ട് നമ്മൾ പറയും ഇറ്റ്സ് എ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയും. അത് ഓരോ ടൈപ്പിനനുസരിച്ച് യൂണിറ്റ് സെല്ല് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഉള്ളത് ഇപ്പൊ ഒരു ക്യൂബിക് ആയതുകൊണ്ട് ഇറ്റ്സ് എ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയും. ക്യൂബിക് യൂണിറ്റ് സെൽ. ഓക്കെ, ക്യൂബിക് യൂണിറ്റ് സെൽ. ഇനി ഈ യൂണിറ്റ് സെൽ, ഇപ്പൊ ഇതൊരു ടൈപ്പ് യൂണിറ്റ് സെൽ ആണ്, ഇതൊരു ടൈപ്പ്, ഇതൊരു ഹെക്സഗണൽ ആണ്, ഇതൊരു ക്യൂബിക്കാണ്. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന ഹെക്സഗണലിന്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ കാണുന്ന 3 എഡ്ജ് ലെങ്ത് ഒരിക്കലും സെയിം അല്ലല്ലോ, അല്ലെ? ഇത് 3 സെയിം അല്ല. പക്ഷെ ആ സമയത്ത് ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഈക്വൽ ആണ്. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിനെ, യൂണിറ്റ് സെൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ എഡ്ജ് ലെങ്ത് എന്ന് പറയാം. എഡ്ജ് ലെങ്ത്. ആ എഡ്ജ് ലെങ്ത്തിനെ നമുക്ക് ABC എന്ന ലെറ്റർ വെച്ച് കാണിക്കാം. അപ്പോ ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് പറയാം A = B = C എന്ന് പറയാം. കാരണം ക്യൂബിനെ സംബന്ധിച്ച് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് 3 ഈക്വലാണ്. പക്ഷെ അതേപോലെ ഈ പറയുന്ന ഹെക്സഗണലിന്റെ കേസിൽ വരുമ്പോൾ നിങ്ങൾ നോക്കി, ഈ കാണുന്ന ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈക്വൽ ആണ്. നമുക്ക് പറയാം A = B എന്ന് പറയാം. ബട്ട് ദിസ് ലെങ്ത് ഈസ് നോട്ട് ഈക്വൽ, സോ A = B ≠ C എന്ന് പറയാം. നിങ്ങൾക്ക് ഒരു മാച്ച് ബോക്സ് നമ്മൾ പറഞ്ഞല്ലോ ജോമെട്രി എന്ന് പറഞ്ഞു. ആ മാച്ച് ബോക്സിൽ ഈ പറയുന്ന ABC റിലേഷൻ പറയുമ്പോൾ A ≠ B ≠ C. കാരണം മാച്ച് ബോക്സിൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് 3 ഡിഫറെന്റ് ആണ്. അപ്പൊ അത് ഓരോ കേസിലും ഓരോ യൂണിറ്റ്സിനെ ക്യാരക്ടറൈസ് ചെയ്തിട്ടും എന്തുണ്ടാവും, ഒരു എഡ്ജ് ലെങ്ത് റിലേഷൻ കാണുമെന്നാണ്. അതേപോലെ ഒരു ആക്സിയൽ ആംഗിൾ റിലേഷൻ ഉണ്ടാവും. ആക്സിയൽ ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ആൽഫ, ബീറ്റ, ഗാമ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഈ ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം അതിലുണ്ടാവുന്ന ആൽഫ, ബീറ്റ, ഗാമ 90 ഡിഗ്രിയാണ്. കാരണം ക്യൂബിലെ ഈ പറയുന്ന എല്ലാ ആംഗിളും 90 ആണ്. പക്ഷെ ആ സമയത്ത് ഇവിടെ ഈ പറയുന്ന ആൽഫ, ബീറ്റ, ഗാമ 90 അല്ല. കാരണം നമുക്ക് വേണേൽ പറയാം ഇത് 90 എന്ന് പറയാം, അല്ലെ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ആംഗിൾ നമുക്ക് പറയാം 90 എന്ന് പറയാം. പക്ഷെ ഈ ആംഗിൾ 90 അല്ല, ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ABC റിലേഷൻ പറയുന്ന സമയത്ത് ഏത് ആംഗിൾ ആണ് ആൽഫ, ബീറ്റ, ഗാമ എന്ന് നോക്ക്. ഒരു ക്യൂബാണ് ഇവിടെ വരയ്ക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ABC റിലേഷൻ കാണിക്കുന്ന വിചാരിക്കും. സപ്പോസ് ഇപ്പോ ഇന്നത് ലെങ്ത് A, ഇന്നത് B അങ്ങനെ കാണിക്കുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയുന്ന ആംഗിൾ നോക്കുന്ന സമയത്ത് സപ്പോസ് ഈ ലെങ്ത് A ആണെന്ന് വിചാരിക്കും. ഇത് A ആണ്, ഇത് B ആണ്, ഇത് C ആണ് വിചാരിക്കും. ഏതായാലും കുഴപ്പമില്ല, ABC. പക്ഷെ എന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ആംഗിൾ ആണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, എ എന്നുള്ള എഡ്ജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ BCയുടെ ഇടയിലുള്ള ആംഗിൾ. ഈ ആംഗിൾ ആണ് നമ്മൾ പറയുന്ന ആൽഫ. ബിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്റെ സിന്റെ ഇടയിലുള്ള ആംഗിൾ ആയിരിക്കും. അപ്പൊ ബിന്റെ ഓപ്പോസിറ്റിൽ നമ്മൾ ബീറ്റ എന്ന് പറയാം. അതുപോലെ സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ ബിന്റെ ഇടയിലുള്ള ആംഗിൾ, അതിന് നമുക്ക് ഗാമ എന്ന് പറയാം. ഇപ്പോ എവിടെയാണ് നമ്മൾ നോക്കണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ABC റിലേഷനും ആൽഫ, ബീറ്റ, ഗാമ റിലേഷനും മാത്രം അറിഞ്ഞാൽ മതി. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഒരു യൂണിറ്റ് സെൽ ക്രിസ്റ്റൽ ലാറ്റിസ് എന്താന്ന് പറഞ്ഞു, യൂണിറ്റ് സെൽ എന്താന്ന് പറഞ്ഞു, 14 പോസിബിൾ 3 ഡയമെൻഷൻ ലാറ്റിസ് പറഞ്ഞു, ബ്രേവിയസ് ലാറ്റിസ്. ശ്രദ്ധിക്കണം, വേർഡ് ശ്രദ്ധിക്കണം, ബ്രേവിയസ് ലാറ്റിസ്. ഇനി ഒരു യൂണിറ്റ് സെല്ലുകൾ റിപ്പീറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ പറയുന്ന ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യാം. യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന എഡ്ജ് ലെങ്ത്തിന്റെ ഒരു റിലേഷൻ ഉണ്ടാവും, ABC റിലേഷൻ ഉണ്ടാവും. അതേപോലെ അതിന്റെ ആക്സിയൽ ആംഗിളിൽ ആൽഫ, ബീറ്റ, ഗാമയ്ക്ക് ഒരു റിലേഷൻ ഉണ്ടാവുന്ന.
ശ്രദ്ധിക്കുക. അതായത് പലപ്പോഴും ബോർഡ് എക്സാമിന് ഡെഫിനിഷൻ ആയിട്ട് ക്രിസ്റ്റൽ ലാറ്റിസും അതുപോലെ ബ്രേവിയസ് ലാറ്റിസ് യൂണിറ്റ് സെൽ പോലെയുള്ള ടേമുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ എന്നാണ്. ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ. Next is the types of units. Types of units. അതായത് പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്ത് there are unit cells are divided into two types. One is the centered unit cell എന്ന് പറയും, അതേപോലെ primitive unit cell എന്ന് പറയും. Primitive unit cell. Second one is the centered unit cell. അതൊരു യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾ ഒക്യുപ്പൈ ചെയ്യുന്ന പൊസിഷൻ അനുസരിച്ചാണ് നമ്മൾ അത് പ്രിമിറ്റീവ് ആണോ അതല്ല സെന്റേർഡ് ടൈപ്പ് ആണോ എന്ന് പറയുക. അപ്പൊ പ്രിമിറ്റീവ് എന്നോട് ഉദ്ദേശിക്കുന്നത് the particles are present only at the corners of the unit cell എന്നാ പറയും. അതൊരു യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ മാത്രമാണ്. ഇപ്പൊ നമ്മളിവിടെ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് വരയ്ക്കുന്നത്. അപ്പൊ അതിന്റെ കോർണേഴ്സിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ വിച്ച് ഇസ് കോൾഡ് ആസ് ദി പ്രിമിറ്റീവ് ടൈപ്പ് എന്നാ പറയും. അതിപ്പോ എല്ലാ ടൈപ്പ് ക്രിസ്റ്റലിലും ഉണ്ടാവും പ്രിമിറ്റീവ്. നമ്മുടെ കോമൺ ക്യൂബിക് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ക്യൂബിക് വരയ്ക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്യൂബിക് ആണ്. അപ്പൊ ഈ ക്യൂബിന്റെ 8 കോർണേഴ്സിലാണ് എന്ത് നിൽക്കുന്നത്, കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കോർണേഴ്സിൽ മാത്രമായിട്ട് പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്ന ടൈപ്പിന് നമ്മൾ പറയാം പ്രിമിറ്റീവ് ടൈപ്പ് യൂണിറ്റ് സെൽ എന്ന് പറയും. അത് ക്യൂബിക്കിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ അതിനെ എന്തെന്നും വിളിക്കും, സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ കേട്ടോ. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ്സ് കേട്ടോ. കാരണം ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ദ ചാപ്റ്റർ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ക്യൂബിക് ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രിമിറ്റീവ് ടൈപ്പിൽ ക്യൂബിക്കിൽ വരുമ്പോൾ നമ്മൾ അതിനെ പറയാം സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയും. ഇനി സെന്റേർഡ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദി പൊസിഷൻസ് അതർ ദാൻ ദി കോർണേഴ്സ് എന്ന് പറയും. ഇപ്പോൾ കോർണർ അല്ലാത്ത പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഈ കാണുന്ന യൂണിറ്റ് സെല്ലിന്റെ ബോഡിയുടെ സെന്ററിൽ വേണമെങ്കിൽ വരാം, അതല്ലെങ്കിൽ യൂണിറ്റ് സെല്ലിനെ ഇപ്പോൾ ഒരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം 6 ഫേസ് ഉണ്ടല്ലോ, ആ 6 ഫേസിലായിട്ട് വേണമെങ്കിൽ പാർട്ടിക്കിൾ വരാം. പക്ഷെ എന്ത് ചെയ്യും, കോർണറിൽ എന്തായാലും കാണും, അതിന് പുറമെ അതർ സ്പേസിലും കൂടി വരുമ്പോഴാണ് നമ്മളത് സെന്റേർഡ് എന്ന് പറയും. അപ്പൊ അതിൽ തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, 3 ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് ദ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയും. ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. ബോഡി സെന്റേർഡ് എന്ന് പറഞ്ഞാൽ one particle is present at the center of the body in addition to the corners എന്ന് പറയും. അത് ആ യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിന് പുറമെ അതിന്റെ ബോഡി സെന്ററിലും കൂടി എന്തുണ്ടാവും, ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ നോക്കേ, കോർണേഴ്സിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇനി വൺ പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് അറ്റ് ദി സെന്റർ ഓഫ് ദി ബോഡി കേട്ടോ. യൂണിറ്റ് സെല്ലിന്റെ ബോഡി സെന്ററിൽ ഒരു പാർട്ടിക്കിളും കൂടി. ഇങ്ങനെ വരുന്ന യൂണിറ്റ് സെല്ലിനെയാണ് നമ്മൾ പറയാ ബോഡി സെന്റേർഡ് എന്ന് പറയും. അത് ക്യൂബിക്കിന്റെ കേസിലാവുമ്പോൾ നമ്മൾ അതിനെ പറയാ ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയും. ബോഡി സെന്റേർഡ്
ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയും. യൂണിറ്റ് സെൽ ദാറ്റ് ഈസ് BCC. ഇനി ആ വേർഡ് നമ്മൾ ഉപയോഗിക്കുക, BCC എന്നാണ് നമ്മൾ പറയുക കേട്ടോ. ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ കോർണേഴ്സിൽ ഉണ്ടാവും, അതിന് പുറമെ ഒരു പാർട്ടിക്കിൾ എവിടെ കാണും? ആ യൂണിറ്റ് സെല്ലിന്റെ ബോഡി സെന്ററിലും കൂടി ഉണ്ടാവും. അതാണ് സെന്റേർഡിലെ ഒരു ടൈപ്പ് പറയും. ഇനി അതിലെ സെക്കൻഡ് ടൈപ്പ് പറയുന്ന സമയത്ത് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് ദ ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. സെന്റേർഡിലെ ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞു, ബോഡി സെന്റേർഡ് പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദി സെന്റർ ഓഫ് ഈച്ച് ഫേസ് ഇൻ അഡീഷൻ ടു ദി കോർണേഴ്സ് എന്നാ പറയും. അപ്പൊ ഒരു ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര ഫേസ് ഉണ്ടാവും? ഒരു ക്യൂബിന് 6 ഫേസ് കാണും അല്ലെ. അപ്പൊ ഈ 6 ഫേസിന്റെ സെന്ററിലും കാണും എന്ത്? ഓരോ പാർട്ടിക്കിൾ. എന്തിനു പുറമെ? കോർണേഴ്സിന് പുറമെ. ഓക്കെ, കോർണേഴ്സില് ഇനി ഓരോ ഫേസിന്റെ സെന്ററിലും കാണിക്കാം. ഇതാ ഇത് ടോപ്പിലെ ഫേസിന്റെ സെന്റർ, അതുപോലെ ബോട്ടം ഫേസിന്റെ സെന്റർ. ഓക്കെ, ഇനി സൈഡിലെ ഫേസ് സെന്റർ നോക്കാം. ഇവിടെ വരും. ഇനി ബാക്കിലെ ഫേസ് സെന്ററും ഫ്രണ്ടിലെ ഫേസ് സെന്ററും വരും. ഇങ്ങനെ. അപ്പൊ നമ്മൾ പറയാം അതാണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ്സ്. അപ്പൊ ഇത് ക്യൂബിക്കിന്റെ കേസിൽ വരുമ്പോൾ ഇറ്റ്സ് കോൾഡ് ആസ് ദി ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയാം അല്ലെ. ദാറ്റ് ഈസ് FCC എന്നാ പറയാം കേട്ടോ. ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയും. അപ്പോ ഇവിടെ ഫസ്റ്റില് പ്രിമിറ്റീവ് എന്താ നമ്മൾ പറഞ്ഞു, പിന്നെ സെന്റേർഡിൽ തന്നെ ഫർദർ ഡിവൈഡ് ചെയ്ത് 2 പറഞ്ഞു. ഇനി തേർഡ് വൺ ഈസ് ദ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയും. എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. എൻഡ് സെന്റർ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദി സെന്റർ ഓഫ് എനി 2 ഓപ്പോസിറ്റ് ഫേസ് ഇൻ അഡീഷൻ ടു ദി കോർണേഴ്സ് എന്ന് പറയും. അതായത് കോർണേഴ്സിന് പുറമെ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറയും. ആക്ച്വലി ഈ പറയുന്ന എല്ലാ ടൈപ്പ് യൂണിറ്റ് സെല്ലുകളും എല്ലാ ക്രിസ്റ്റൽ സിസ്റ്റത്തിലും ഉണ്ടാവൂല. കാരണം 7 ക്രിസ്റ്റൽ സിസ്റ്റത്തില് നമുക്ക് പോസിബിൾ ആവുന്നത് 14 ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസല്ലേ ഉള്ളൂ. അപ്പൊ ശരിക്കും ഈ പറയുന്ന 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിലും ഈ പറയുന്ന 4 ടൈപ്പ് യൂണിറ്റ് സെല്ലും ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കേസ് ഒരിക്കലും 14 അല്ല, കൂടുതലാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന 14 പോസിബിൾ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബോഡി സെന്റേർഡ് എല്ലാ ക്രിസ്റ്റലിലും ഉണ്ടാവില്ല, എല്ലാ ടൈപ്പ് ജോമെട്രിയിലും ബോഡി സെന്റേർഡ് കാണൂല, ഫേസ് സെന്റേർഡ് എല്ലാ കേസിലും ഉണ്ടാവില്ല, എൻഡ് സെന്റേർഡ് എല്ലാ കേസിലും ഉണ്ടാവില്ല. അത് ഏതിലൊക്കെയാണെന്ന് നമ്മൾ പറയും ഏതൊക്കെ. പക്ഷെ ആ സമയത്ത് പ്രിമിറ്റീവ് എല്ലാ കേസിലും ഉണ്ട്. ഈവൻ ക്യൂബിക്കൽ ഉണ്ടാവും, ടെട്രഗണലിൽ ഉണ്ടാവും, ഓർത്തോറോംബിക്കൽ ഉണ്ടാവും, ഒക്കെ ഇത് വരും. പക്ഷെ ഈ പറയുന്ന 3 എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ക്രിസ്റ്റലിലും ഇല്ല എന്നർത്ഥം. അപ്പൊ ഇവിടെ കോർണേഴ്സിന് പുറമെ the one particle is present at the any 2 opposite face എന്നാ പറയും. ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസിൽ കാണിക്കാം. ഇപ്പോൾ ടോപ്പിലെ ഫേസിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം നമുക്ക് ഇവിടെ കാണിക്കാം. അപ്പൊ any 2 ഓപ്പോസിറ്റ് ഫേസ്. അപ്പൊ അവിടെ ആവണമെന്നില്ല, ഇപ്പൊ ഈ സൈഡിലൊന്ന് ഈ സൈഡിലാവാം, അല്ലെങ്കിൽ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലാവാം. പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പൊ ഈ പറയുന്ന പോലെ ക്യൂബിക്കിന്റെ കേസിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഇല്ല. പിന്നെ എന്തുകൊണ്ട് വരച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ജോമെട്രി എന്ന് പറഞ്ഞാൽ ക്യൂബിക് ആയതുകൊണ്ട്
നമ്മളത് മനസ്സിലാവാൻ വേണ്ടി ഒരു ക്യൂബിക്കിൽ വരച്ചിട്ട് എൻ സെന്റേഡ് കാണിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ ഫേസ് സെന്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ പറയുന്ന പോലെ എൻ സെന്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ നമ്മൾ പറയില്ല, കാരണം അതിലില്ല. അപ്പൊ ഇനി എൻ സെന്റേഡ് ഉള്ള കേസ് വേറെ ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അന്നേരം നമുക്ക് മനസ്സിലാവും ഏതിലാണ് എൻ സെന്റേഡ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് കേട്ടോ. അത് പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് അനുസരിച്ച് ഈ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ സ്മോളസ്റ്റ് പോർഷൻ ആയിട്ടുള്ള യൂണിറ്റ് സെല്ലിനെ broadly divided into two types. One is a primitive and another one is a centered. Then the centered is further divided into body centered, face centered, and the third one is the end centered unit cell. Okay. ഇനി ഒരു യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവുന്ന പാർട്ടിക്കിൾസ് പിന്നെ നോക്കിയപ്പോ ഒരു ക്യൂബിക് ലാറ്റിസ് നമ്മൾ എടുക്കുമ്പോൾ ഈ പിക്ചർ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇവിടെ ടോട്ടൽ 8 ക്യൂബ്സ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു ലാറ്റിസ് ഉണ്ടാക്കിയത്. ഇതിപ്പോ ഇവിടെ നിൽക്കുന്നതല്ലോ, കാരണം ഇത് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യും, അതുപോലെ ഇങ്ങോട്ട് ഉണ്ടാവും. ഇതിങ്ങനെ വരയ്ക്കാം, നമുക്ക് നീട്ടി നീട്ടി ഇങ്ങനെ വരച്ചുകൊണ്ട് പോവാം. എത്ര ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പിന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യാതിരുന്നത് മാത്രം കേട്ടോ. ഇതിങ്ങനെ പോകും, എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ നോക്കുകയും ഈ ഒരു കോർണർ കൺസിഡർ ചെയ്യാം. പക്ഷെ ഈ കോർണർ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഈ ടോപ്പിലുള്ള 4 ക്യൂബിനും ഈ കോർണർ കോമൺ ആണ്. അതേപോലെ താഴെയുള്ള 4 ക്യൂബിനും ഈ കോർണർ കോമൺ ആണ്. അപ്പൊ ഇത് എന്നല്ല, ഇപ്പൊ ഏത് കോർണർ എടുത്താലും സിറ്റുവേഷൻ ഇത് തന്നെയാണ്, കാരണം ഇത് കണ്ട് നീണ്ടു പോകുമല്ലോ. എല്ലാ ഡയറക്ഷനിക്കും ഈ യൂണിറ്റ് സെൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുമ്പോഴാണല്ലോ ഇപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഒരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ ഒരു ക്യൂബ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിലെ 8 ക്യൂബ് ഒരു ക്യൂബിനെ ഞാൻ സെപ്പറേറ്റ് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ക്യൂബിന്റെ ഇപ്പൊ ഈ കോർണർ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ കോർണർ എന്ന് പറഞ്ഞാൽ ഈ ക്യൂബിന്റെ സ്വന്തമല്ല, കാരണം ഇതിന്റെ ബാക്കിലുള്ള ക്യൂബിന്റെ കോർണറാണിത്, ഇവിടെയുള്ള ഈ 2 ക്യൂബിന്റെ കോർണറാണിത്, താഴെ കാണുന്ന 4 ക്യൂബിന്റെ കോർണറാണ്. അപ്പൊ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാലേ അത് ആ യൂണിറ്റ് സെല്ലിന്റെ സ്വന്തം പാർട്ടിക്കിൾ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. ബിക്കോസ് ദ കോർണർ ഈസ് ഷെയർഡ് ബൈ 8 യൂണിറ്റ് സെൽ. കണ്ടില്ലേ, കാരണം ഒരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കോർണർ 8 യൂണിറ്റ് സെല്ലുകളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഒരിക്കലും ഒരു യൂണിറ്റ് സെല്ലിന്റെ സ്വന്തം പാർട്ടിക്കിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഈ ഓരോ യൂണിറ്റ് സെല്ലിനും ഈ പാർട്ടിക്കിളിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്ര ഉണ്ടാവുള്ളൂ? 1/8 ആണ്. കാരണം 8 ആൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കിട്ടുക 8-ൽ 1 കിട്ടുള്ളൂ. അപ്പൊ ഇതിന് കിട്ടും 1/8, ഈ കോർണറിന് ഇവിടുന്ന് കിട്ടും 1/8, ഈ ബാക്കിലുള്ള കിട്ടും, ഇവിടെ അതേപോലെ കിട്ടും. അപ്പൊ എല്ലാവർക്കും കിട്ടും 1/8. അപ്പൊ നമുക്കൊരു യൂണിറ്റ് സെല്ലിലുള്ള പാർട്ടിക്കിള് ആ യൂണിറ്റ് സെല്ലിന്റെ സ്വന്തം പാർട്ടിക്കിൾ ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ അത് എവിടെ വേണമെന്ന് അറിയോ? ആ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിൽ വരാം. ബോഡി സെന്ററിൽ ഉണ്ടെങ്കിൽ ഓക്കെ, അത് ആ യൂണിറ്റ് സെല്ലിന്റെ സ്വന്തം പാർട്ടിക്കിൾ എന്ന് പറയും. പക്ഷെ ആ സമയത്ത് ഒരു കോർണറിലോ ഒരു ഫേസ് സെന്ററിലോ അല്ലെങ്കിൽ ഒരു എഡ്ജ് സെന്ററിലോ ഒക്കെ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ യൂണിറ്റ്സിന്റെ സ്വന്തം പാർട്ടിക്കിൾ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ കേട്ടോ. ഒരു യൂണിറ്റ് സെല്ലിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് എന്താന്ന് നോക്കുക. അപ്പൊ ഇതിലെ ഒരു കോർണർ എന്നുള്ള ഞാൻ പറഞ്ഞു, പിന്നെ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ കോർണർ 8 യൂണിറ്റ് സെല്ല് ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കോർണറിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/8 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ദ കോൺട്രിബ്യൂഷൻ ഫ്രം കോർണർ പെർ യൂണിറ്റ് സെൽ കേട്ടോ. ഒരു യൂണിറ്റ് സെല്ലിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ പറയും ഈക്വൽ ടു 1/8 എന്ന് പറയും. എപ്പോഴും മനസ്സിലാക്കണം, ഒരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം ആ ക്യൂബിന്റെ കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ക്യൂബിന്റെ സ്വന്തം പാർട്ടിക്കിൾ അല്ല,
അതുകൊണ്ട് തന്നെ 8 ക്യൂബുകൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/8. ഇനി നോക്കി ഇതിലെ ഇവിടെ ഒരു ഫേസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഉദാഹരണത്തിന് ഇതിൽ തന്നെ ഇത് മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ചെയ്യുന്ന ഫേസ്. അപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറയണം. ഇപ്പൊ നമ്മൾ ഈ ബോർഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഈ വാൾ തന്നെ എടുത്തു നോക്കുക നിങ്ങൾ. ഈ വാള് ഈ ക്ലാസ് റൂമിന്റെ സ്വന്തം വാളല്ല അല്ലേ? ഈ ക്ലാസ് റൂമിന്റെ സ്വന്തം വാളല്ല ശരിക്കും. കാരണം ഈ വാളിന് അപ്പുറത്തുള്ള റൂമിനെയും ഈ റൂമിനെയും കൂടി പാർട്ടീഷൻ ചെയ്താണ് ശരിക്കും വാള്. അപ്പൊ ഈ വാളിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ റൂമിന്റെ മാത്രമല്ലല്ലോ, അപ്പുറത്തെ റൂമിനും ഇതിന് പങ്കുണ്ട്. അപ്പൊ ഈ വാളിൽ ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ല് ഈ ക്ലാസിന്റെ സ്വന്തം കല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം അപ്പുറത്തെ ക്ലാസ്സിനും അതിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതേപോലെ ഇവിടെ ഈ ഫേസ്, ഒരു യൂണിറ്റ് സെല്ലിന്റെ ഫേസ് എന്ന് പറയുന്നത് ഇപ്പൊ ബാക്കിലുള്ള ഈ യൂണിറ്റ് സെല്ലിനും ഈ യൂണിറ്റ് സെല്ലിനും കൂടി കോമൺ ആണ്. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഫേസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ, ഫേസ് സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയാം ദാറ്റ് പാർട്ടിക്കിൾ ഈസ് ഷെയർഡ് ബൈ 2 യൂണിറ്റ് സെൽസ്. അതായത് ഒരു ഫേസിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? 2 ആൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരാൾക്ക് കിട്ടുന്നത് 1/2. അപ്പൊ നമുക്ക് പറയാം ദ കോൺട്രിബ്യൂഷൻ ഫ്രം ഫേസ് സെന്റർ, ശ്രദ്ധിക്കണേ, ഫേസ് സെന്റർ ഈക്വൽ ടു 1/2. എങ്ങനെ പറയാൻ കാരണം ഒരു യൂണിറ്റ് സെല്ലിന്റെ ഫേസ് എന്ന് പറയുന്നത് 2 യൂണിറ്റ് സെല്ലിന് കോമൺ ആണ്. അപ്പൊ ഫേസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 2 യൂണിറ്റ് സെല്ലിന് അതിന് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഒരാൾക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ 1/2 ആണ്. ഇനി അതേപോലെ നിങ്ങൾ നോക്കുകയും വാട്ട് അബൌട്ട് ദി എഡ്ജ്. ഇവിടെ നമ്മൾ ഈ എഡ്ജ് മാർക്ക് ചെയ്യാം. ഈ എഡ്ജ് ആക്ച്വലി ഈ പറയുന്ന താഴെയുള്ള 2 യൂണിറ്റ് സെല്ലിനും കോമൺ ആണ് ഈ എഡ്ജ്, മുകളിലുള്ള 2 യൂണിറ്റ് സെല്ലിനും കോമൺ ആണ് ഈ എഡ്ജ് അല്ലെ? ഒരു ക്യൂബിന്റെ എഡ്ജ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു യൂണിറ്റ് സെല്ല് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് 4 ആളയിൽ എന്ത് ചെയ്യും? ഷെയർ ചെയ്ത് വരും. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ദ കോൺട്രിബ്യൂഷൻ ഫ്രം ദ എഡ്ജ് സെന്റർ ഈക്വൽ ടു 1/4. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇപ്പോ എഡ്ജിലുള്ള പാർട്ടിക്കിളുള്ള കേസ് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഒരു എഡ്ജിൽ നിന്നുണ്ടാവുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, കാരണം ബിക്കോസ് എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഷെയർഡ് ബൈ 4 യൂണിറ്റ് സെൽസ്, so contribution per unit cell is equal to 1/4. Now what about the body center? The contribution from body center, അതിപ്പോ ഒരു യൂണിറ്റ് സെല്ലിന്റെ ബോഡി സെന്ററിൽ പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് സ്വന്തം പാർട്ടിക്കിളാണ് അല്ലെ? ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഹാൾ, ഈ ക്ലാസ് റൂമിന്റെ സെൻട്രൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഈ ക്ലാസ് റൂമിന്റെ സ്വന്തമാണ്. കാരണം അപ്പുറത്തെ ക്ലാസ് റൂമിന് അതിന് ബാധകമല്ല, അപ്പുറത്തൊന്നും അത് കോൺട്രിബ്യൂട്ടഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബോഡി സെന്റർ എന്ന് പറയുന്നത് ആ പാർട്ടിക്കിൾ എപ്പോഴും ആ യൂണിറ്റ്സിന്റെ സ്വന്തമായിരിക്കും. അപ്പൊ ഫ്രം ദ ബോഡി സെന്റർ ഈക്വൽ ടു 1n കേട്ടോ. അത് വേറെ ആർക്കും ഷെയർഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ കോൺട്രിബ്യൂഷൻ 1. ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്ത് നമ്മൾ ഓരോ ടൈപ്പ് യൂണിറ്റ് സെല്ലിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നോക്ക്. അത് ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് ദ നമ്പർ ഓഫ് ആറ്റംസ് in a simple cube is equal to simple cube. കാരണം സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് 8 കോർണേഴ്സിൽ മാത്രമല്ലേ പാർട്ടിക്കിൾ ഉള്ളൂ. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ ഈക്വൽ ടു 8 കോർണേഴ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, പക്ഷേ 8 കോർണറും യൂണിറ്റ് സെല്ലിന്റെ സ്വന്തമല്ല. കാരണം ഓരോ കോർണറും 1/8 കോൺട്രിബ്യൂഷൻ അല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഇൻറ്റു 1/8 അല്ലെ? ഒരു കോർണർ 1/8, അടുത്ത 1/8, അങ്ങനെ 8 കോർണറിന്റെ 8 into 1/8 ദാറ്റ്സ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ്സ് ഈക്വൽ ടു 1 എന്നാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് in a body centered cubic unit cell BCC പറഞ്ഞില്ലേ എന്താ BCC എന്താ?
ബോഡി സെന്റേഡ് ക്യൂബിക് ആവുമ്പോൾ 8 കോർണേഴ്സിലും ഉണ്ടാവും. അത് കൂടാതെ 1 പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് അറ്റ് ദി സെന്റർ ഓഫ് ദി ബോഡി. അപ്പൊ അവിടെ പാർട്ടിക്കിൾ 8 കോർണേഴ്സിലുണ്ട്, പക്ഷെ 8ഉം സ്വന്തമല്ല. അപ്പൊ 8 × 1/8. പിന്നെ 1 പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് അറ്റ് ദി സെന്റർ ഓഫ് ദി ബോഡി. അത് പിന്നെ അതിന്റെ സ്വന്തമാണ്, കാരണം ബോഡി സെന്റർ വേറെ ആർക്കും കോൺട്രിബ്യൂഷൻ ഇല്ല നമ്മൾ പറഞ്ഞില്ലേ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു അപ്പൊ എത്രയായി? 2. നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയും. ശരിയല്ലേ? ഇനിയോ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ FCC യൂണിറ്റ് സെൽ. അതായത് ഒരു ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലുള്ള ആറ്റത്തിന്റെ എണ്ണം നോക്കുക. എങ്ങനെ ചെയ്യാം? FCCയിൽ എവിടെയൊക്കെ ഉണ്ട്? 8 കോർണേഴ്സിലുണ്ട്. പിന്നെ ഓരോ പാർട്ടിക്കിളും അറ്റ് ദി സെന്റർ ഓഫ് ഈച്ച് ഫേസ്, അങ്ങനെ നമ്മൾ പറഞ്ഞത്. അപ്പൊ 8 കോർണേഴ്സ്, പക്ഷെ 8ഉം സ്വന്തമല്ല. അപ്പൊ 8 × 1/8. പിന്നെ 6 ഫേസ് എന്നല്ലേ പറഞ്ഞേ, പക്ഷെ 6 ഫേസ് സ്വന്തമല്ലല്ലോ. ഓരോ ഫേസിലും 1/2 കോൺട്രിബ്യൂഷൻ അല്ലേ ഉള്ളേ. അപ്പൊ 6 × 1/2. അപ്പൊ എത്രയായി? ദാറ്റ്സ് ഈക്വൽ ടു 4 എന്ന് കിട്ടും കേട്ടോ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു യൂണിറ്റ് സെല്ലിൽ കാണുന്ന പാർട്ടിക്കിൾ എല്ലാം ആ യൂണിറ്റ് സെല്ലിന്റെ സ്വന്തം നമ്മൾ പറയാൻ പറ്റൂല. കാരണം കോർണറിൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഫേസ് സെന്ററിൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പൊ ഈവൻ എഡ്ജിന്റെ കേസ് നമ്മൾ എടുക്കണ എഡ്ജിൽ കോൺട്രിബ്യൂഷൻ, അങ്ങനത്തെ ഒരു ടൈപ്പ് യൂണിറ്റ്സിൽ നമ്മൾ പറയാത്തതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സപ്പോസ് ഇപ്പൊ എൻസെന്റേഡ് ക്യൂബിക് ഇല്ല, ആക്ച്വലി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ സപ്പോസ് ഒരു എൻസെന്റേഡ് ക്യൂബിക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്തുകൂടെ? അപ്പൊ നിങ്ങൾ നോക്കി, ഒരു എൻസെന്റേഡ് ക്യൂബിക് യൂണിറ്റ്സിൽ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലെ നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ എങ്ങനെ കാണാം? എൻസെന്റേഡ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഉണ്ട്? 8 കോർണേഴ്സ്. അപ്പൊ 8 × 1/8. പിന്നെ നമ്മൾ പറഞ്ഞ എനി 2 ഓപ്പോസിറ്റ് ഫേസ് എന്നല്ലേ പറഞ്ഞത്. മനസ്സിലാക്കട്ടെ, ശരിക്കും എൻസെന്റേഡ് ക്യൂബിക് ഇല്ല കേട്ടോ. ഞാൻ ഇതേപോലത്തെ ഒരു കാൽക്കുലേഷൻ പറയാൻ വേണ്ടി അതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എനി 2 ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ഒരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം 2 ഫേസിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ 2 × പക്ഷെ അതിന്റെ കോൺട്രിബ്യൂഷൻ 1/2 ആണ് വരിക. അപ്പൊ നമുക്ക് എത്രയെന്ന് പറയാം? ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് പറയാം. പക്ഷെ ആക്ച്വലി ഇതില്ല, ഞാൻ എക്സാമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം. അപ്പൊ ഇതാണ് ഒരു യൂണിറ്റ് സെല്ലിലുള്ള നമ്പർ ഓഫ് ആറ്റംസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. In the coming topic we have to discuss the number of atoms കേട്ടോ. ഇതേപോലെ നമ്മൾ വേറെയുള്ള ടോപ്പിക് പറയുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇത് പറയും. സിമ്പിൾ ക്യൂബിലെ പാർട്ടിക്കിളിന്റെ എണ്ണവും ബോഡി സെന്ററിലെ പാർട്ടിക്കിളിന്റെ എണ്ണവും ഫേസ് സെന്ററിലെ പാർട്ടിക്കിളിന്റെ എണ്ണവും നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് യൂണിറ്റ് സെല്ലും യൂണിറ്റ് സെല്ലിന്റെ ടൈപ്പ് അതേപോലെ യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിളിന്റെ എണ്ണം ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ശരിക്കും ശ്രദ്ധിക്കണം, കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു 3 ഡയമെൻഷനൽ ആയതുകൊണ്ട് തന്നെ ആ പിക്ചർ ഒരു ഇമാജിനേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്കിത് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ശരിക്കും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഇനി ഈവൻ ഇതിന്റെ വിഷ്വൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഈ യൂണിറ്റ് സെല്ലിന്റെ അതേപോലെ പിന്നെ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഒക്കെ പല ടൈപ്പിലുള്ള ഇമേജസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വിഷ്വൽസ് ഒന്നും കൂടി കാണാവുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. കാരണം അപ്പോഴാണ് നമുക്കത് പറയുന്ന കൺസെപ്റ്റുകൾ ഒന്നും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ അതിനൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി ഓരോ കേസും കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത് പറയാൻ പോകുന്ന ടോപ്പിക് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് വായിച്ച് അടുത്ത നെക്സ്റ്റ് ക്ലാസ് വരും, കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ അടുത്ത് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ദ ചാപ്റ്റർ ഈ കൺസെപ്റ്റ് നമുക്ക് പറയാനുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. ശരിക്കും വായിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മനസ്സിലാക്കി വരും. ഓക്കെ, താങ്ക് യു.